കഴിഞ്ഞ ദിവസം ഞാൻ ബോറടിച്ച് വീട്ടിൽ ഇരുന്നപ്പം ചുമ്മാ വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി നേരെ ഈരാറ്റുപേട്ട വിട്ടു. ഈരാറ്റുപേട്ടയിലുള്ള കൊട്ടാരം ബേക്കറി കയറി ഒരു ചിക്കൻ പപ്സും മിനി ഫ്രൈഡ് ചിക്കൻ ബണ്ണും ഗ്രേപ്പ് മിൽക്ക് ഷേക്കും കൂടെയാണ് ഞാൻ മേടിച്ചത്. ഞാനത് കഴിഞ്ഞ് കുറച്ചുകൂടി ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ കണ്ട സീനറിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ക്ലൗഡി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നുകൊണ്ട് നല്ല വൈബായിരുന്നു ഈ ഒരു തലത്തിൽ വണ്ടി ഓടിക്കാൻ. ആ ക്ലൗഡൊന്ന് നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ദൂരെ സണ്ണും കാണാം. നല്ല ക്ലൗഡി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ശരിക്കും എൻജോയ് ചെയ്ത് വണ്ടി ഓടിച്ചു. സൈഡിൽ നിർത്തിയതിന് ശേഷം ഞാൻ ഓരോ പൊതികൾ പൊട്ടിച്ച് കഴിച്ചു തുടങ്ങി. ചിക്കൻ പപ്സാണ് ആദ്യമേ എടുത്തത്. ചിക്കൻ പപ്സ് പുറത്തുള്ള ഒരു പഫിൻ്റെ ലെയർ അടിപൊളി ക്രിസ്പി ആയിരുന്നു. വെജിറ്റബിൾസും ചിക്കൻ്റെ പീസസുമാണ്. ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പണ്ടുള്ള കാലങ്ങളിൽ കിട്ടുന്ന ആ ഒരു ചിക്കൻ പപ്സിൻ്റെ ഫ്ലേവർ ഒട്ടും തന്നെ തോന്നിയില്ല. പിന്നെ മസാലയും ഒരു നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ പപ്സിൻ്റെ ആയിട്ട് തോന്നിയില്ല. ഏകദേശം ഒരു 10% ചിക്കൻ സ്പ്രെഡ് ചെയ്ത പീസസ് മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. ബാക്കി കൂടുതലും സവാളയും വെജിറ്റബിൾസും മസാലൻ്റെ ഒരു കുത്തലുമാണ് കിട്ടിയത്. കൊട്ടാരം ബേക്കറി നല്ല ഫേമസ് ആയിട്ടുള്ള കാഞ്ഞിരപ്പള്ളിയിലെ ബേക്കറിയാണ്. ഏകദേശം അറൗണ്ട് 100 ഔട്ട്ലെറ്റ്സ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ മേടിച്ചത് ഫ്രൈഡ് ചിക്കൻ ബണ്ണാണ്. ഇതിൻ്റെ ഒരു ഔട്ടർ ലെയർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രൈഡ് ആയിട്ടുള്ള ബണ്ണും ചില്ലി ചിക്കൻ്റെ പോലത്തെ ഒരു ചിക്കൻ ആണ് കാണുന്നത്. പിന്നെ ക്യാപ്സിക്കവും സവാളയൊക്കെ നിറഞ്ഞത്. അത് ഞാൻ ഫസ്റ്റ് ബൈറ്റ് എടുത്ത് ടേസ്റ്റ് ചെയ്തപ്പം വാവ്, ഇറ്റ്സ് റിയലി അമേസിങ് ആയിരുന്നു. കാരണം അതിൻ്റെ ആ ഒരു ഫ്രൈഡ് ബണ്ണിൻ്റെ രുചിയും പിന്നെ ചിക്കൻ്റെ ആ ഒരു സോസിൻ്റെ ഫ്ലേവറും കൂടെ കൂടിയപ്പം നല്ലൊരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും എടുത്തൊന്ന് നോക്കണേ. അതിനകത്തുള്ള റീൽസും ഷോർട്സും ചെക്ക് ചെയ്യാം. ഇതായിരുന്നു ഗ്രേപ്പ് മിൽക്ക് ഷേക്ക്. എനിക്ക് ഒട്ടും തന്നെ അതിൻ്റെ ടേസ്റ്റോ ഫ്ലേവറോ ഒട്ടും ഇഷ്ടമായില്ല. പാലിൻ്റെ കൂടുതലായിട്ടുള്ളൊരു ചൊവയായിരുന്നു ഇതിനകത്ത് കൂടുതലായിട്ട് നിന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു ഞാൻ കഴിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ് AKS ഫുഡ് പ്ലാനറ്റ്. ടേക്ക് കെയർ.